യുഡിഎഫിനൊപ്പം നിൽക്കുന്നതിൽ പരിഹാസ്യത തോന്നി ആർഎസ്പിയിൽ നിന്നും കൂടുതൽ നേതാക്കൾ സിപിഎമ്മിലേക്ക് വരുമെന്ന് പിണറായി വിജയൻ. കൊല്ലം കുണ്ടറയിൽ ആർഎസ്പി വിട്ട് സിപിഎമ്മിലേക്ക് എത്തിയവരുടെ സ്വീകരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് സിപിഎമ്മിൽ ചേർന്ന 100 പേരിൽ ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷ മനസ്സുള്ള നേതാക്കൾ ഇനിയും ആർഎസ്പിയിലുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരും വരുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആർഎസ്പി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം രഘുത്തമൻ പിള്ളയടക്കം 100-ലധികം പേരാണ് ഇന്ന് സിപിഎമ്മിൽ ചേർന്നത്. സ്വാഭാവികമായും ഈ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ പരിഹാസ്യത തോന്നുമല്ലോ. അതുകൊണ്ടാണല്ലോ ജീവിതകാലം മുഴുക്കെ ആർഎസ്പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ആർഎസ്പിക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വി.പി. രാമകൃഷ്ണപിള്ള ആർഎസ്പിയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പരസ്യമായി പറയാൻ നിർബന്ധിതനായത്. ഈ വിഷയത്തിലാണ് ചർച്ച. സിപിഎം നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ എ സജീവൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ. ഇന്നലെ സിപിഎമ്മിൽ ചേർന്ന ആർഎസ്പി നേതാവ് ശ്രീമതി ബി ജയന്തി കൊല്ലം സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ JDU-വിൻ്റെ പാർലമെന്ററി ബോർഡ് ചെയർമാൻ ചാരുപാറ രവിയെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശരിയാണ്, സിപിഎമ്മിലേക്ക് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ മുന്നണിക്കകത്തേക്ക് പാർട്ടികൾ തന്നെ വരും എന്ന പ്രതീക്ഷ പൂർണ്ണമായി സഫലമാകുന്ന കാഴ്ച കാണുന്നുമില്ല. എന്ന് മാത്രമല്ല, ഇന്ന് KP മോഹനൻ JDU ഏതെങ്കിലും നിലക്ക് മുന്നണിയിലേക്ക് പോകുന്നതിനെ തടയുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇടതുമുന്നണിക്ക് സിപിഎമ്മിന് ഗുണകരമായ കാര്യങ്ങൾ തന്നെയാണോ നടക്കുന്നത്? തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ കക്ഷികൾക്കും അവരുടെ കൊടുപ്പം നിൽക്കുന്ന സഖാക്കൾക്കും അവിടെ തന്നെ നിൽക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത്. ആ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി പാർട്ടികൾ തന്നെ കൂട്ടായിട്ടോ അതിലുള്ള വ്യക്തികൾ ആയിട്ടോ പ്രത്യേകമായോ ചിന്തിച്ച് ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെടാൻ അവർ തീരുമാനിക്കുന്നത് സ്വാഭാവികമാണ്. അഴിമതി നിറഞ്ഞൊരു ഭരണം UDF-ൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുകയാണ്. ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ കഴിയാത്ത ഭരണം. കടുത്ത അസംതൃപ്തി ജനങ്ങളുടെ ഉയർന്നു വരുന്നുണ്ട്. ആ അസംതൃപ്തിക്ക് ഇടയായ ഗവൺമെൻറ് നയങ്ങൾക്കെതിരായി ഗവൺമെൻറ്റിനെതിരായി സ്വാഭാവികമായി ചിന്തിക്കുക, ജനങ്ങളോടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധമാകും. കേന്ദ്രത്തിൽ നടക്കുന്ന ആ ഭരണത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നൊരു സമീപനം ഇവിടെ സ്വീകരിക്കുന്നുണ്ട്, വർഗീയ ഫാസിസ്റ്റ് സമീപനം. ഇതിനൊക്കെ RSP പോലുള്ള ഒരു കക്ഷിക്ക്, ഒരു തൊഴിലാളി വർഗ പാർട്ടിയായിട്ട് പ്രതിപക്ഷത്തൊക്കെ പ്രവർത്തിച്ചുള്ള അനുഭവ സമ്പത്തുള്ള ആ പാർട്ടി, അതുപോലെ ജനതാദൾ പോലുള്ള പാർട്ടി, ജീവിതകാലം മുഴുവൻ സോഷ്യലിസ്റ്റ് ചിന്താഗതി വെച്ച് പുലർത്തുന്ന ശ്രീ വീരേന്ദ്രകുമാറിനെ പോലുള്ളവർ നയിക്കുന്നൊരു പാർട്ടി, എപ്പോഴും സോഷ്യലിസ്റ്റുകളെന്ന് അറിയപ്പെടുന്നവരാണ് ഇന്നത്തെ ജനതാദൾ. ആ സോഷ്യലിസ്റ്റ് മനോഭാവമുള്ള ആളുകൾക്ക് ഇന്ന് സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ഒരുപിടി ആളുകളുടെ കയ്യിൽ രാജ്യസമ്പത്തിൻ്റെ 51% 1%-ൻ്റെ കയ്യിലാണ്. 99% വരുന്ന ആളുകളുടെ കയ്യിലാണ് ബാക്കിയുള്ള 49% സമ്പത്തുള്ളത്. ഇത്രയും വലിയ ഡിസ്പാരിറ്റി, അസമത്വം, അത് വലിയ അസമത്വത്തിനിടയാക്കും. അതിൻ്റെ പുറമെയാണ് വർഗീയ ഫാസിസ്റ്റ് സമീപനം സ്വീകരിക്കുന്നത്. ഇതെല്ലാം കൂടി വരുമ്പോൾ പോർതിമുട്ടുന്ന ജനങ്ങൾ, അതാണ് ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യം, കേരളത്തിൻ്റെ സാഹചര്യം. ആ സാഹചര്യത്തിൽ ജനതാദൾ പോലുള്ള പാർട്ടിക്ക്, അതുപോലെ RSP പോലുള്ള പാർട്ടിക്ക് ഈ സംഭവഗതികളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് അതിന് ഇവർക്ക് മറിച്ചൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. തീർച്ചയായും രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇടതുമുന്നണിക്കകത്തായിരുന്ന ആളുകൾ, ഇടതുപക്ഷ മനസ്സുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപക്ഷെ ആ പാർട്ടിക്കകത്തുള്ള ആളുകൾക്ക് CPM-നോട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേരാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യമുണ്ടായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് അവർ പുറത്തുപോയത് എന്നതുകൂടി ആലോചിക്കണ്ടേ? പ്രത്യേകിച്ചും KP മോഹനൻ കാപട്യക്കാരനാണ് പിണറായി വിജയൻ. ഓർമ്മയില്ലേ വീരേന്ദ്രകുമാറിനെതിരെ എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് എന്ന് ഈ ദിവസം നാട്ടുകാരെ ഓർമ്മിപ്പിക്കുമ്പോൾ അതുകൂടെ പരിഗണിക്കേണ്ടതല്ലേ? NK പ്രേമേന്ദ്രനെ വിളിച്ച ചീത്തവാക്കുകൾ നമുക്കറിയാവുന്നതാണല്ലോ.
വീരേന്ദ്രകുമാറിനെതിരായിട്ടുള്ള രാഷ്ട്രീയ വിമർശം, വലിയ തോതിലുള്ള വിമർശം ഓർമ്മയുള്ളതാണല്ലോ. വ്യക്തിപരമായി തന്നെ ദേശാഭിമാനി അദ്ദേഹത്തെ വലിയ തോതിൽ ദോഷകരമായി എഴുതി. ഇതൊക്കെ KP മോഹനൻ ചൂണ്ടിക്കാണിക്കൊണ്ട് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് പോലും ഉള്ളിൽ ഇതത്രയ്ക്ക് സന്തോഷകരമായുള്ള തിരിച്ചുവരവാവില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? അതല്ല, അവരെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതും അവരുടെ പാർട്ടിയുടെ ലക്ഷ്യവുമെല്ലാം പറയുന്നത് ശരിയാണെങ്കിൽ, ജനസേവനമാണെങ്കിൽ, തൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും പരാമർശനങ്ങളോ വ്യക്തിപരമായ ഇഷ്ടാനുഷ്ഠാനമല്ല ഒരു രാജ്യത്തെ ജനത നേരിടുന്ന പ്രശ്നങ്ങളിൽ, വെല്ലുവിളികളിൽ എടുക്കേണ്ടത്. അതിനല്ല മുൻതൂക്കം, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കാണ് മുൻതൂക്കം. ആ സമീപനമാണ് ഇന്ന്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. ശ്രീ വീരേന്ദ്രകുമാറിനും പാർട്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അപ്പുറത്ത് RSPയിൽ നിൽക്കുന്ന നേതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ആ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ ഒരു ജനതയ്ക്ക് ആപൽക്കരമായ ഒരു സാഹചര്യം വരുന്ന അവസരത്തിൽ ഏതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്? പൊതുശത്രുവിനെ നേരിടാൻ തമ്മിൽ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് പൊതുശത്രുവിനെ നേരിടലാണ് രാഷ്ട്രീയം. അല്ലാതെ തൻ്റെ വ്യക്തിപരം എന്നെ ഇങ്ങനെ അയാൾ ചീത്ത പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ വരുന്ന വെല്ലുവിളിയെ, ജനങ്ങൾക്കെതിരായി വരുന്ന വെല്ലുവിളിയെ കണ്ടില്ലെന്ന് നടിക്കലാണോ? അതിൻ്റെ കൂടെ അതൊരു രാഷ്ട്രീയമല്ല. ആ ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാനുള്ള രാഷ്ട്രീയത്തിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം വ്യക്തിപരമായി ഉണ്ടായിരുന്നാലും ശരി, പാർട്ടികൾ തമ്മിലുണ്ടായിരുന്നാലും ശരി, അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തൊരു വർഗീയ ഫാസിസ്റ്റ് സമീപനം അത് വന്ന് രാജ്യത്തെ ജനങ്ങളുടെ ജീവിതമാകെ തകർക്കുന്ന ഒരു സ്ഥിതി, തമ്മിലടിപ്പിക്കുന്ന സ്ഥിതി, ഇതിനെല്ലാം പരിഹാരം കാണാനാണോ മുഖ്യ പ്രശ്നം? അതല്ല, പണ്ട് നമ്മൾ തമ്മിൽ ഒരുമിച്ചിരുന്നപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പിടിച്ചു, അതുകൊണ്ട് ഇനി എൻ്റെ ആയുസ് കാലം മുഴുവൻ ഞാൻ ഇയാളോട് ശത്രുതയായി തന്നെ നിലനിൽക്കും, ശത്രുത തന്നെ നിലനിർത്തും, മറ്റ് ഈ ജനങ്ങളുടെ എൻ്റെ രാഷ്ട്രീയം ഞാൻ വിസ്മരിക്കും എന്ന കാഴ്ചപ്പാടാണോ ശരി? തീർച്ചയായും ആ പ്രശ്നം അവിടെയുണ്ട്. ഞാൻ തിരിച്ചു വരാം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ താങ്കളിലേക്ക്. ശ്രീമതി B ജയന്തി, പക്ഷേ ആനത്തലവട്ടം ആനന്ദനെ ആരും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല. ശ്രീമതി B ജയന്തിയെയോ രഘുത്തമൻ പിള്ളയെയോ അങ്ങനെ പരസ്യമായി മോശം വാക്കുകളാൽ അധിക്ഷേപിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയം തിരുത്തി ഇങ്ങോട്ട് ഈ പാർട്ടിയിലേക്ക് CPM-ലേക്ക് വരുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ലായിരിക്കാം. പക്ഷേ അപ്പോൾ തന്നെയും അധിക്ഷേപിക്കപ്പെട്ട ആളുകൾക്ക് RSPയെ വലിയ തോതിൽ അധിക്ഷേപിച്ച് പുറത്താക്കുമ്പോൾ അവർക്ക് തിരിച്ചു വരുന്ന പ്രയാസമാവുകയില്ലേ? രഘുത്തമൻ പിള്ളയും താങ്കളും മറ്റൊരു 100 പേരും വന്നിട്ടുണ്ട് എന്നല്ലാതെ കൊല്ലത്തെ RSPയുടെ പാർട്ടിക്കുള്ള അണികളിലും നേതാക്കളിലും ചലനമൊന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടെ കാണേണ്ടേ? RSPയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ, സാധാരണ സഹാക്കളും ഇതിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഇതിനകത്തെ നേതാക്കന്മാരും ഈ പ്രവൃത്തിയിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വർഗീയ വിഷം തുപ്പുന്ന BJPയെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യക്ഷത്തിലല്ലെങ്കിലും അപ്രത്യക്ഷമായെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിൻ്റെ മുന്നണിയിൽ നിൽക്കുവാൻ താല്പര്യപ്പെടുന്നവരല്ല ഈ RSPയിൽ നിന്ന് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം സഹാക്കളും. അവരെല്ലാം ഞങ്ങളെപ്പോലെ ചിന്തിച്ച് ഇപ്പോൾ ഇന്ന് RSPയിൽ നിന്ന് മാറി CPM-ലേക്ക് പോയ രഘുത്തമൻ പിള്ളയും എന്നെപ്പോലെ ചിന്തിക്കുന്ന സമാനഗതിക്കാരായ ധാരാളം ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട്. മനം തൊണ്ട് നിൽക്കുന്ന പാർട്ടിക്കാർ അവരെല്ലാം സമീപകാലത്ത് തന്നെ ആ പാർട്ടി വിട്ടിട്ട് പുറത്തേക്ക് വന്ന് സാധാരണക്കാരൻ്റെ പാർട്ടിയായ ഇടതുപക്ഷ മുന്നണിയുടെ CPIM-ലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തൊരു വിഷയമാണ്. നമ്മുടെ RSPയുടെ നേതാക്കന്മാർക്കും ഈ ഒരു ചിന്താഗതി അടുത്ത കാലത്ത് തന്നെ ഉണ്ടാവും. അവരും തിരിച്ച് ഇതിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഉടനെ തന്നെ ചിന്തിച്ച് തീർച്ചയായും ഇടതുമുന്നണിയിലേക്ക് വരും. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സുരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് ഇടതുമുന്നണിയുടെ കൈകളിലാണ്. അത് ഇടതുപക്ഷ ബദൽ ഈ കേന്ദ്രത്തിൽ ഉണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ശക്തമായി വാദിച്ച പാർട്ടിയാണ് RSP. ആ RSPയുടെ ആദർശങ്ങളെ പണയം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് അവർ പോയിരിക്കുന്നത്. എന്ത് നേട്ടമാണ് അതിനകത്തുണ്ടായത് അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്ത് നേട്ടം RSPക്ക് ഉണ്ടായി, അല്ലെ എന്ത് നേട്ടം ഇതിലെ ജനങ്ങൾക്കുണ്ടായി. ആകപ്പാടെ നേട്ടം ഇതിനകത്ത് നിൽക്കുന്ന 2-3 നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് പാർലമെൻറ്റ് സീറ്റിൽ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് RSP ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തത്. അല്ല എന്ന് പറയുവാൻ ഈ സമാന ചിന്താധിക്കാരായ എന്നെ പോലുള്ളവർക്ക് ഒരിക്കലും സാധിക്കത്തില്ല. ശ്രീമതി B ജയന്തി, താങ്കൾ പറയുന്നു നേതാക്കൾ മാത്രമല്ല ആയിരക്കണക്കിന് പ്രവർത്തകർ കൂടെ CPM-നോട് ചേർന്ന് വരുമെന്ന്. അപ്പോൾ തന്നെയും ആ പാർട്ടി ഒരു വികാരമല്ലേ ആ പ്രദേശത്ത്? അത് ഒരുപാട് ആളുകളുള്ള CPM-നെയോ കോൺഗ്രസിനെ പോലെ വലിയ പാർട്ടി അങ്ങനെ ആവില്ല ഒരു പക്ഷേ എങ്കിൽ പോലും ആ പാർട്ടിക്കാർക്ക് അതിൻ്റെ വലിയ നേതാക്കന്മാരെ കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകൾക്ക് ആ പാർട്ടി ഒരു വികാരമല്ലേ? അവിടെ അതിനെ ഉപേക്ഷിച്ച് എല്ലാവരും CPM-ലേക്ക് വരിക എന്നത് സംഭവ്യമാകുന്നതാണോ?
പാർട്ടിയുടെ വികാരം എന്ന് പറയുമ്പോൾ RSPയുടെ വികാരം ഇതായിരുന്നില്ല. ഇത് ഒരുപാട് കഷ്ടപ്പെട്ട് പഴയ കാലത്തെ ശ്രീ ബേബി ജോണിനെ പോലെയുള്ളവരും ശ്രീകണ്ഠ നായരെ പോലെയുള്ളവരും TK ദിവാരൻ അദ്ദേഹത്തിനെ പോലുള്ളവരും R സുനിച്ചേട്ടനെ പോലുള്ളവരും K പങ്കാക്ഷ സാറിനെ പോലുള്ളവരും ഒക്കെ തൊഴിലാളികൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് RSP. ആ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ ആ ഇടതുമുന്നണി എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തെ ഇത്തരത്തിലുള്ള ഒരു വർഗീയ വിഷം തുപ്പുന്ന നമ്മുടെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന വർഗീയ വിഷം തുപ്പുന്ന BJPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ കേരളത്തിൽ ഭരിക്കുന്ന UDF മുന്നണിക്ക് മുന്നിൽ ഒരുപാട് കാലമൊന്നും നിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചിന്തിക്കുന്ന പലരും RSPയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ JDUവിൻ്റെ പാർലമെന്ററി ബോർഡ് ചെയർമാൻ ശ്രീ ചാരുപാറ രവി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ചാരുപാറ രവി, ഇന്നിപ്പോൾ ഉള്ള വാർത്ത KP മോഹനൻ്റെ എതിരഭിപ്രായമാണ്. അതായത് പിണറായി വിജയനോട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് ഏതെങ്കിലും നിലക്ക് അടുക്കുന്നത് അങ്ങേയറ്റം അപകടകരമായിരിക്കും എന്ന് അദ്ദേഹം KP മോഹനൻ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. കാപട്യക്കാരനാണ് പിണറായി വിജയൻ എന്നാണ് അദ്ദേഹം നല്ല രൂക്ഷമായ വാക്കുകളാണ് ഉപയോഗിക്കുകയും ചെയ്തത്. ഇടതുമുന്നണിക്കകത്തേക്ക് വരാതിരിക്കുക എന്നതാണ് രാഷ്ട്രീയമായ ശരി എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്പെടുന്നത് ശരിയായതാണോ? KP മോഹനൻ എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷേ KP മോഹൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ശ്രീ വീരേന്ദ്രകുമാർ ഇന്നുവരെ ഞങ്ങളുടെ പാർട്ടി മീറ്റിങ്ങുകളിൽ LDFിലേക്ക് പോകുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ആശയമോ പറഞ്ഞിട്ടില്ല. ഞാനൊരു നിമിഷം താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ചാരുപാറ രവി, താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ഇങ്ങോട്ട് കേൾക്കാനാകുന്നില്ല. ശ്രീ A സജീവൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തേക്ക് പാർട്ടികളായി മുഴുവൻ പേരും വരികയില്ല എന്ന തോന്നലുണ്ടാക്കുന്നതല്ലേ ഇപ്പോൾ RSPക്കകത്ത് നിന്ന് ഒരു കൂട്ടം പ്രവർത്തകർ? JDUവിനകത്ത് തന്നെ എതിരഭിപ്രായങ്ങളുണ്ട്. അവർ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും അതിശക്തമായ എതിരഭിപ്രായം KP മോഹൻ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുന്നണി വിപുലീകരണം എന്ന സംഗതി ഉണ്ടാവുകയില്ല, ആൾക്കൂട്ടം നേതാക്കൾ വന്ന് ചേർന്നേക്കാം എന്ന അവസ്ഥയല്ലേ ഉള്ളത്? ഇത് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം തന്നെയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചെയ്യുക? ഇല്ല, LDF പ്രതീക്ഷിച്ച പോലെ JDUവും RSPയും ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് ഇതുവരെ മുന്നോട്ടേക്ക് വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നില്ല ഒരു തീരുമാനം ഉണ്ടായിക്കൂടാന്ന്. കാരണം JDUവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അവർ പൂർണ്ണമായിട്ടും LDFനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അവർ പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ ഇതുവരെയുള്ള രീതി അനുസരിച്ച് KP മോഹൻ ഒഴികെയുള്ള ബാക്കിയുള്ള നേതാക്കന്മാരുടെ ഓരോരുത്തരുടെയും മനോഭാവവും അവരുടെ പ്രതികരണവും അനുസരിച്ചിട്ട് അവർ LDFനെ തള്ളി പറഞ്ഞിട്ടില്ല. RSPയുടെ കാര്യത്തിലാണെങ്കിൽ RSP ഒരു തീരുമാനത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നറിയില്ല. ഇപ്പോൾ ശ്രീമതി ജയന്തിയും മറ്റു ഉൾപ്പെടെയുള്ള 100ഓളം പേര് ഇപ്പുറത്തേക്ക് മാറിയത് അതൊരു പ്രത്യേകമായ കാര്യമൊന്നുമല്ല. ആളുകൾ പലപ്പോഴും ഒരു പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടിയിലേക്ക് പോകാറുണ്ട്. ഇതിനെ RSPയുടെ കുറേ ആളുകൾ LDFനോട് പിന്നെ അനുഭാവം കാണിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് ചാടിയെന്നോ ഇപ്പുറത്തേക്ക് മാറിയെന്ന് പറഞ്ഞിട്ട് അത് സ്വാഭാവികമായിട്ടും വ്യക്തിപരമായ കാര്യമാണ്. ആ വ്യക്തിപരമായ കാര്യത്തിൽ പോലും പലപ്പോഴും ന്യായീകരണം ഉണ്ടാവുന്നില്ല. കാരണം ഇതുവരെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ ഒറ്റയടിക്ക് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയിലേക്ക് മാറി എന്നതിന് വ്യക്തമായ ന്യായീകരണമൊന്നുമില്ല. അത് അവർക്ക് ഒരു പാർട്ടി മാറാൻ തോന്നിയപ്പോൾ മാറി, അല്ലെങ്കിൽ ഇന്ന് പ്രലോഭനമുണ്ടോ എന്നറിയില്ല. എന്തായാലും പക്ഷേ ജനതാദളിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു പ്രത്യാശയ്ക്ക് വഴിയുള്ള രീതിയിലാണ് LDFന് അങ്ങനെ ഒരു പ്രത്യാശ ഉണ്ടാവുന്ന രൂപത്തിലാണ് വീരേന്ദ്രകുമാറിൻ്റെയും മറ്റു പല നേതാക്കന്മാരുടെയും മോഹൻ ഒഴികെയുള്ള ബാക്കിയുള്ള ആളുകളുടെ മുഴുവൻ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. RSPയുടെ കാര്യത്തിൽ പോലും ഒരു പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിക്കൂടാന്നില്ല. ശരിക്കും LDFന് ശക്തി വരണമെങ്കിൽ ഇപ്പോഴുള്ള 100 പേര് വന്നു, ഇനിയിപ്പോൾ മറ്റു പാർട്ടി JDUവിൽപ്പെട്ട കുറച്ച് പേര് ഇപ്പുറത്തേ മാറി എന്നതുകൊണ്ടൊന്നും പ്രത്യേക ഗുണമൊന്നുമില്ല. ആളുകളുടെ വരവും പോക്കും സ്വാഭാവികമാണ്. ഇപ്പോൾ നമുക്കറിയാം ബാബു ദിവാകരനെ പോലുള്ള ആൾ അപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ഈ ചാട്ടം പലപ്പോഴും പ്രലോഭനങ്ങളുടെ പേരിലാവാം, മറ്റു പല കാര്യങ്ങളുടെ പേരിലാവാം. അങ്ങനെ മാറിപ്പോകുന്നതിന് ഒരു പ്രത്യേക ഗുണം കിട്ടി LDFന് അല്ലെങ്കിൽ UDFന് കിട്ടി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴും രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇവിടെ കോഴിക്കോട്ടെത്തിയിട്ട് വീരേന്ദ്രകുമാറുമായിട്ട് കുറേ നേരം സംസാരിച്ചു. അപ്പം വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി അപ്പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി, ഒരു പാർട്ടി എന്ന നിലയിൽ അപ്പുറത്ത് പോവാതിരിക്കാൻ എന്തെല്ലാം ശ്രമിക്കാമോ അതെല്ലാം ശ്രമിക്കുന്നുണ്ടാവും.
തീർച്ചയായിട്ടും KP മോഹൻ്റെ ഇപ്പോഴത്തെ നിലപാട് അദ്ദേഹം പരസ്യമായി പറഞ്ഞത് ഇതേപോലെ UDF നിന്നുള്ള ഒന്നുകിൽ പ്രലോഭനമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം അവിടെ ഒരു മുഴുവൻ ആളുകൾ അപ്പുറത്തേക്ക് ചാടി എന്നത് രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയായിട്ട് UDF വരും. അത് വരാതിരിക്കാൻ പരമാവധി ശ്രമം UDF ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. LDF അങ്ങനെ ഇവരെ പിടിച്ചു വലിക്കാനായിട്ട് ശ്രമം എന്ന രീതിയിൽ നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പലപ്പോഴും വാതിൽ തുറന്നിട്ടുണ്ട്, അവരെല്ലാം ഞങ്ങളുടെ ശത്രുപാളയത്തുള്ള ഞങ്ങളുടെ മിത്രങ്ങളാണെന്നും ബന്ധുക്കളാണെന്നൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ പിടിച്ചു വലിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഈ വ്യക്തികളുടെ വരവിനെക്കുറിച്ച് നമുക്ക് അത്ര അത് വലിയ ഒരു പ്രതീക്ഷയായിട്ടോ അതൊരു വലിയ നേട്ടമായിട്ടോ കാണുന്നതിൽ അർത്ഥവുമില്ല. അത് ശരിയല്ലേ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ? വ്യക്തികൾ പല കാരണങ്ങളാൽ വരാം. അവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട്, അവരുടെ രാഷ്ട്രീയ പാർട്ടി നേരാവണ്ണമല്ല പോകുന്നത് എന്ന തോന്നൽ കൊണ്ട് CPM-നകത്ത് നിന്ന് ആളുകൾ വ്യക്തികൾ പോയിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു മുന്നണിക്കകത്തേക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണിയിലുള്ള വിശ്വാസം അർപ്പിച്ച് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടിയോടാണ് ചേർന്ന് നിൽക്കേണ്ടതെന്ന തോന്നലുണ്ടാകും വിധം രാഷ്ട്രീയ പാർട്ടികൾ വരുന്നതിൻ്റെ ഗുണം എന്തായാലും 10 100 നാളെ ഇനി 500 ആളുകൾ വന്നാൽ പോലും ആ തരത്തിലുള്ള ഗുണം, രാഷ്ട്രീയ ഗുണം ഉണ്ടാവുകയില്ലല്ലോ. RSPക്കാണെങ്കിലും ജനതാദൾ യുണൈറ്റഡ് ആണെങ്കിലും ഒന്നിച്ചൊരു പാർട്ടി എന്ന നിലയിൽ ഈ മുന്നണിയോട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട്, അവർ ഇട്ടേച്ചുപോയ മുന്നണിയോട് ഐക്യം വന്നിട്ടുണ്ട് എന്ന് വിലയിരുത്താനുള്ള സാഹചര്യമായിട്ടില്ലല്ലോ. ആ അത്രക്കത്ര വിശ്വാസക്കുറവ് ജനത്തിന് ഇപ്പോഴുമുണ്ട്, ഈ പാർട്ടികൾക്ക് ഇപ്പോഴുമുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ല, ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെടുത്തുള്ള നിലപാട് ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർഗീയ ഫാസ്റ്റ് നയത്തിനും UDF-ൻ്റെ അഴിമതി ഭരണത്തിനുമെതിരായി ചിന്തിക്കുന്ന ഏത് വ്യക്തിക്കും, ഏത് പാർട്ടിക്കും, ഏത് സംഘടനയുമായും സഹകരിച്ച് പ്രവർത്തിക്കാൻ LDF തയ്യാറാണ്, CPM തയ്യാറാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഒരു വ്യക്തിയായാലും, വ്യക്തികളെല്ലാം കൂടി ചേരുന്നതാണ് ഒരു പാർട്ടി. വ്യക്തികളെല്ലാം ഒരു പാർട്ടിയിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ പാർട്ടി വരെ സ്കെൽട്ടൻ മാത്രമേ ഉള്ളൂ, ഒരു പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാർട്ടി ഒരുമിച്ച് അതിനകത്ത് ഒരാളും അവശേഷിക്കാതെ മുഴുവൻ പേരും ഇപ്പുറത്ത് യോജിക്കാൻ തയ്യാറാണ്, സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ മിസ്റ്റർ സജീവൻ പറഞ്ഞതുപോലെ അവരെ ആരെയും സമ്മർദ്ദം ചെലുത്തി നിങ്ങൾ ഇപ്പുറത്ത് തന്നെ വരണം, ചാക്കിട്ട് പിടിച്ച് ഏതെങ്കിലും വാഗ്ദാനങ്ങൾ നൽകി ആരെയും ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള പരിശ്രമം LDF നടത്തുന്നില്ല, CPM നടത്തുന്നില്ല. ഇന്നത്തെ രാഷ്ട്രീയം മനസ്സിലാക്കി, രാഷ്ട്രീയമാണ് പ്രശ്നമെങ്കിൽ, ജനങ്ങളുടെ പ്രശ്നമാണ് പ്രശ്നമെങ്കിൽ, ആ പ്രശ്നങ്ങളിലൊക്കെ ഇന്ന് അവർ നിൽക്കുന്നിടത്ത് തന്നെ അവർക്ക് നിൽക്കാൻ സാധിക്കുമോ? അതല്ല ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാടാണോ ശരി? ആ ശരിയെന്ന് പോകുന്ന നിലപാടിലേക്ക് ഒരു പാർട്ടിയായി തന്നെ മാറാൻ അവർ തയ്യാറാകുന്നില്ല. അങ്ങനെ പാർട്ടിയുടെ അകത്തൊക്കെ ഇതിൽ വലിയ ഗൗരവമായ ചർച്ച നടക്കും. ആ ചർച്ച നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതൃത്വത്തിൽപ്പെടുന്ന ആൾക്കാർ ഇല്ല, ഇതൊക്കെ ആയാലും നമുക്ക് ഈ മേൽവിലാസം ഉപയോഗിച്ച് ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് നിന്നാൽ ചിലപ്പോൾ അണികൾ ചിലർ വിട്ടുപോയെന്ന് വരാം. അവരങ്ങനെ ഒരു പാർട്ടിയെ ഭിന്നിപ്പിക്കുന്ന പണിയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഒരു പാർട്ടിയിൽ നിന്ന് അവരുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷ മുന്നണി എടുക്കുന്ന നിലപാടാണ് ശരിയെന്ന് തോന്നി ഇപ്പുറത്തേക്ക് വരാൻ തയ്യാറായാൽ അവരെ നമ്മൾ വെൽക്കം ചെയ്യും. അതാണ് ഇപ്പോൾ RSPയിൽ നടന്നിട്ടുള്ളത്. അവിടെ ഏത് പാർട്ടിയിലാണ്, കോൺഗ്രസിൽ തന്നെ പല വ്യക്തികളുമുണ്ട്. അവിടെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ തിരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടെ നടക്കുന്നുണ്ടല്ലോ. പിണറായി വിജയനുമായി വീരേന്ദ്രകുമാർ വേദി പങ്കിട്ടത് വലിയ തോതിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന്, ജനതാദളിൻ്റെ മുന്നണി മാറ്റത്തിന് തന്നെ കാരണമായേക്കാം എന്ന തോന്നലുണ്ടാകുന്ന കാലത്ത് തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ട് ചെന്ന് ചർച്ച നടത്തുന്നുണ്ട്, തിരിച്ചു വിളിക്കുന്നുണ്ട്. KP മോഹനൻ മന്ത്രിയാണ്, അദ്ദേഹം പരസ്യമായി അതിരൂക്ഷമായ ഭാഷയിൽ എതിർക്കുന്നുണ്ട് ഇതിനെ. സാധാരണഗതിയിൽ അങ്ങനെയൊന്നും പറഞ്ഞു കേൾക്കാത്ത KP മോഹനൻ കാപട്യക്കാരനാണല്ലോ പിണറായി വിജയൻ, അദ്ദേഹം എന്തൊക്കെയാണ് വീരേന്ദ്രകുമാറിനെ കുറിച്ച് പറഞ്ഞത് എന്ന് ചൂടാവുന്നുണ്ട്, ക്ഷോഭിക്കുന്നുണ്ട്, മാധ്യമങ്ങളോട് ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ പാർട്ടിക്കകത്ത് ഭിന്നതയുണ്ട്. ആ പാർട്ടിക്കകത്ത് പാർട്ടിയോട് പോകരുത് എന്ന് ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചെല്ലുന്നുമുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ കളികൾ, രാഷ്ട്രീയ സാഹചര്യം മാറിയെന്നുള്ള വിലയിരുത്തലുകൾ തിരിച്ചടിക്കാൻ കൂടെ കാരണമാവുകയില്ലേ? അവർ വരാതിരിക്കാൻ തന്നെ അത്രത്തോളം സാധ്യതയുമുണ്ട്. അല്ല, UDF-ൽ ഇപ്പം നിൽക്കുന്നവരെ അവിടെ തന്നെ നിർത്താൻ ശ്രീ ഉമ്മൻചാണ്ടി പരമാവധി പരിശ്രമിക്കും. ആ പരിശ്രമമാണ് ശ്രീ വീരേന്ദ്രകുമാറിനെ കണ്ട് മുഖ്യമന്ത്രി നേരിട്ട് കോഴിക്കോട് പോയി അദ്ദേഹവുമായി സംസാരിക്കാനൊക്കെ എടുത്തുള്ള നിലപാട്. അതൊക്കെ വരുമെന്നുള്ളത് സ്വാഭാവികമല്ല. അവരുടെ ഉറ്റാളിൽ കിടക്കുന്നവരെല്ലാം ചാടിപ്പോയാൽ ആ മുന്നണി ദുർബലപ്പെടില്ലേ, UDF ദുർബലപ്പെടില്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ശ്രമമൊക്കെ നടത്തും. ശ്രീ മോഹനെല്ലാം ഇന്നെടുത്ത നിലപാട്
മാധ്യമപ്രവർത്തകരെ തന്നെ അവരെ ശാസിക്കുകയും അവരുടെ ക്യാമറ പിടിച്ചു വാങ്ങുകയും ഇതൊക്കെ ചെയ്യുന്നത്. അത്രയും വലിയ വെപ്രാളം എന്തിനാണ് കാണിക്കുന്നത്? ഇന്ന് UDFൻ്റെ ഭരണത്തിന് വീണ്ടും തിരിച്ചു വരാൻ കഴിയും അവരുടെ ഭരണ മേന്മ കൊണ്ട് എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ അവകാശപ്പെടുന്ന ആളുകൾക്ക് ഇത്ര വെപ്രാളം വരാൻ എന്താ കാര്യം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു. ആ രാഷ്ട്രീയത്തോട് സഹകരിക്കാൻ താല്പര്യമെടുക്കുന്ന ആരുമായും ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. അത് പരസ്യമായി പറഞ്ഞുള്ളതാണ്, രഹസ്യ കച്ചവടമൊന്നുമില്ല. ആ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ തിരിച്ചു വരാം ശ്രീനാഥ് താങ്കളിലേക്ക്. ശ്രീമതി ബി ജയന്തി, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ പാർട്ടികൾ, സോഷ്യലിസ്റ്റുകൾ, RSP അടക്കമുള്ള ആ പ്ലാറ്റ്ഫോമിലുള്ള കക്ഷികളെല്ലാം വിലയിരുത്തുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള RSSന്റെ സർക്കാർ, BJPയുടെ സർക്കാർ രാജ്യം ഭരിക്കുന്നു, അതുകൊണ്ടൊരു ഫാസിസ്റ്റ് നിലയിലേക്ക് രാജ്യം പോകുന്നു, ആ രാഷ്ട്രീയം എതിർക്കപ്പെടേണ്ടതാണ്, അതിന് ഇടതുപക്ഷ പാർട്ടികൾ ആകെ ഒന്നിച്ചു നിൽക്കണം എന്നതാണല്ലോ വലിയ രാഷ്ട്രീയ സാഹചര്യമായി നിങ്ങളടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തുന്നത്. അതിന് RSP ഇപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നതിൽ എന്താണ് തെറ്റ്, എന്താണ് തടസ്സം? UDFിനകത്താണെങ്കിലും കോൺഗ്രസിനൊപ്പമാണെങ്കിലും ദേശീയ തലത്തിൽ BJPക്കെതിരായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ശക്തി കോൺഗ്രസ് ആണ്. കോൺഗ്രസിനൊപ്പമാണ് RSP ഉള്ളത്. അതുകൊണ്ട് വിശാലമായ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നാൽ തന്നെ അടിസ്ഥാന രാഷ്ട്രീയ പ്രവർത്തനം നടത്താവുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അസംതൃപ്തി ഉണ്ടാകേണ്ടുന്ന കാരണം? നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തൊക്കെയോ താല്പര്യങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ 100 ആളുകൾ CPMനകത്ത് പോയി ചേർന്നു എന്നല്ലാതെ ഇതിന് പാർട്ടി ആകെ ദുഷിച്ചു പോയിരിക്കുന്നു, പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ലേ? അത് ഇവിടെ നമ്മുടെ ഇന്ത്യയെ ഭരിക്കുന്ന BJPയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ഒരിക്കലും കോൺഗ്രസ്സിന് പറ്റത്തില്ല. കാരണം ഇപ്പം ധാരാളം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ട് വരുന്നു. വിലക്കയറ്റം അടക്കമുള്ള, സ്ത്രീ പീഡനങ്ങൾ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ കാര്യങ്ങൾക്കൊന്നും ഒരു ചെറിയ വിരൽ പോലും അനക്കാൻ കഴിയാത്ത ഒരു സമീപനമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട് ഇത് ഒരു ഭരണ തുടർച്ചയാണോ എന്ന്, ശ്രീമാൻ മൻമോഹൻ സിംഗിൻ്റെ ഒരു ഭരണ തുടർച്ചയാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് കോൺഗ്രസ് ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മുന്നണിക്ക്, UDFൻ്റെ ഒരു മുന്നണിക്ക് ഒരിക്കലും അത്തരം ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഈ നമ്മുടെ നാടിൻ്റെ മണ്ണിൽ നിന്ന് മാറ്റി നിർത്താനോ തുരുത്താനോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാനോ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പം 100ഓളം പേർ പ്രവർത്തകർ പോയി എന്ന് പറയുമ്പോഴും ഞങ്ങളെല്ലാം ആശയപരമായി ചിന്തിക്കുന്നവരാണ്. ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു താല്പര്യമോ അല്ലെങ്കിൽ CPMൻ്റെ ഭാഗത്ത്, CPIMൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നോ യാതൊരുവിധ പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നേരം ഞങ്ങൾക്ക് അത് തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നേരം എന്ന് ഒരിക്കലും എന്നോട് ഒരു നേതാവ് പോലും ഇത് സംസാരിച്ചിട്ടില്ല. ഞാൻ വളരെ സ്വന്തമായി എടുത്ത്, കാരണം ശക്തമായ നിലപാട് കൈക്കൊണ്ടതിൻ്റെ കാരണം ഇടതുമുന്നണിക്ക് മാത്രം. ഞാനൊരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം കണ്ടു വളർന്ന ഒരാളാണ്. കുഞ്ഞുനാളിൽ തൊട്ട് ഞാൻ VP രാമകൃഷ്ണനുള്ള ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വക്താവാണെന്നും അദ്ദേഹം ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കണ്ടു വളർന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ ചിന്തിച്ചത്. ഇപ്പോൾ 100ഓളം പ്രവർത്തകർ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സമീപകാലത്ത് RSPക്ക് ഉണ്ടാകുന്ന അപജയം. അത് കണ്ടിട്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, തീർച്ചയായിട്ടും ഇതിനകത്ത് അവസാന നേതാക്കന്മാർ മാത്രമേ കാണത്തുള്ളൂ. അണികളെല്ലാം അങ്ങ് CPMലോട്ടോ ഇടതുപക്ഷ മുന്നണികളിലോട്ടൊക്കെ അങ്ങ് പോകും. ആ ഒരു സാഹചര്യം RSPക്ക് ഉണ്ടാകാൻ പോവുക. തീർച്ചയായും അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ശ്രീ A സജീവൻ, കൊല്ലത്തെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ KP മോഹൻ ഉന്നയിച്ച രാഷ്ട്രീയ വിമർശനത്തിലേക്ക്, എതിരഭിപ്രായത്തിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ ഈ എതിരഭിപ്രായം ഏതെങ്കിലും നിലക്ക് JDU ജനതാദളിൻ്റെ തീരുമാനത്തെ, അവരങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ സ്വാധീനിക്കുമോ? ഇടതുമുന്നണിയിലേക്ക് തിരിച്ചു പോകാൻ ഒരു തീരുമാനത്തിലേക്ക് ആ പാർട്ടിയുടെ ഭൂരിപക്ഷം ആളുകളും, വീരേന്ദ്രകുമാർ അടക്കമുള്ള ആളുകൾ ആലോചിക്കുകയാണെങ്കിൽ അതിനെ തടയാൻ KP മോഹനൻ്റെ ഈ പൊട്ടിത്തെറിക്ക് സാധ്യമാകുമോ? അല്ല, അത് തടയാനുള്ള സാധ്യമാവില്ലാനുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമുക്കറിയാവുന്നത് KP മോഹൻ ഇപ്പോഴും നടത്തുന്ന പൊട്ടിത്തെറി പോലെ തന്നെ കുറുപ്പിൻ്റെ കാലത്ത്, അത് PR കുറുപ്പിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യം നമുക്കറിയാം. ഈ ജനതാദളിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവുകയും ആരെങ്കിലും ശ്രീകരൻ ഒരു ഭാഗത്ത് ഇപ്പുറത്ത് വേറെ ആളിങ്ങനെ ഈ തരത്തിൽ വളരെ പ്രശ്നസങ്കീർണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ അപ്പുറത്ത് പോകുന്ന ഒരാൾ എതിർക്കുന്നുള്ളതുകൊണ്ട് മറുവിഭാഗം പോകണമെന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നതനുസരിച്ച് വീരേന്ദ്രകുമാറും മറ്റും തീരുമാനം എടുത്തു കഴിഞ്ഞു. അവർക്ക് ഒരിക്കലും
UDFിൻ്റെ ഭാഗമായിട്ട് ഇനി നിൽക്കാൻ പറ്റില്ല. കാരണം അവർ നേരത്തെ ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ മറ്റ് ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു വിരോധവും ഇല്ലാതിരുന്ന കാലത്താണ് കോഴിക്കോട് ലോക്സഭാ സീറ്റ് കിട്ടാതിരുന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് കോഴിക്കോട് ലോക്സഭാ സീറ്റിന് പകരമായിട്ട് അവർക്ക് വയനാട് സീറ്റ് കൊടുക്കാമെന്ന് CPM പറഞ്ഞിരുന്നു. പക്ഷേ കോഴിക്കോട് ലോക്സഭാ സീറ്റ് തന്നെ വേണം എന്നതിൽ ചടിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. ഇതേപോലെ തന്നെ CPI പൊന്നാനി സീറ്റിൻ്റെ കാര്യത്തിൽ CPM ഒരു നിലപാടെടുത്തപ്പോൾ പൊന്നാനി സീറ്റ് തങ്ങളിൽ നിന്നും പിടിച്ചു വാങ്ങുന്ന നിലപാടെടുത്തപ്പോൾ CPI അതിരൂക്ഷമായിട്ട് അന്നത്തെ CPI സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവൻ അതിഭീകരമായിട്ട് പിണറായി വിജയനെയും മറ്റും രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ മുന്നണി മാറുന്നതിന് പകരം വയനാട് സീറ്റ് സ്വീകരിക്കുകയും അവർ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തു. ജനതാദളിനെ പറ്റിയ അന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ ഒറ്റയടിക്ക് അപ്പുറത്തേക്ക് ചാടി. അതിനേക്കാൾ ഭീകരമായ തിരിച്ചടിയാണ്, അതിനേക്കാൾ കടുത്ത തിരിച്ചടിയാണ് അവർക്ക് UDFിൽ കഴിഞ്ഞ തവണ ഉണ്ടായത്. വീരേന്ദ്രകുമാറിന് കോഴിക്കോട് സീറ്റ് കിട്ടിയില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി ആവശ്യപ്പെട്ട വടകര സീറ്റ് കൊടുത്തില്ല, അതിന് പകരം കൊടുത്തിട്ടുള്ളത് പാലക്കാടാണ്. പാലക്കാട് കൊടുത്തിട്ട് അദ്ദേഹത്തിനെ തോൽപ്പിച്ചു എന്ന് കണ്ടെത്തിയത് UDF നിയോഗിച്ച കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ അങ്ങനെ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണമെന്നാണ് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി ആവശ്യപ്പെട്ടത്. തീർച്ചയായും ശ്രീ സജീവൻ ഞാൻ ഇടപെട്ടുകൊള്ളട്ടെ. ശ്രീ സജീവൻ, അപ്പോൾ തന്നെയും ഈ പാർട്ടിക്ക് ആ മുന്നണിക്കകത്തും എതിരഭിപ്രായങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത് എന്തായിരുന്നല്ലോ വീരേന്ദ്രകുമാറിൻ്റെ പ്രയോഗം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നിന്ന് എത്രയോ കാലമായി നിന്ന ഞങ്ങളെ ചവിട്ടി പുറത്താക്കുകയായിരുന്നു. പിന്നീട് അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗ പരമ്പരകൾ താങ്കൾക്ക് കൂടെ അറിയാവുന്നതാണല്ലോ. പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ആക്രമിക്കുകയും ചെയ്താണ് വീരേന്ദ്രകുമാർ പ്രസംഗങ്ങളെല്ലാം നടത്തിയത്. ദേശാഭിമാനിയും CPM ആകെ തന്നെയും വീരേന്ദ്രകുമാറിനോട് തിരിച്ചും അങ്ങനെ ചെയ്തിട്ടുണ്ട്. RSPയുടെ കാര്യത്തിലാണെങ്കിൽ വളരെ മോശമെന്ന് എല്ലാവരും പറഞ്ഞൊരു പദപ്രയോഗമാണ് പിണറായി വിജയൻ NK പ്രേമചന്ദ്രനെതിരെ നടത്തിയത്. ഈ രണ്ട് കാര്യങ്ങളിലും വലിയ തോതിൽ വിഷമിക്കപ്പെട്ടു പോയിട്ടുള്ള ഈ അണികൾ തിരിച്ചങ്ങോട്ട് പോകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് രാഷ്ട്രീയമാണ്. ഇത്തരം കാര്യങ്ങളിൽ അതാത് കാലത്തെ സാഹചര്യങ്ങളാണ് നീക്കങ്ങളെ നിർണ്ണയിക്കുക എന്നത് മനസ്സിലാക്കി ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തിരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് പോകാവുന്ന പ്രവർത്തകരാണോ ഈ രണ്ട് പാർട്ടികൾക്കും ഉണ്ടാവുക? അല്ല, പ്രവർത്തകരുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ശ്രീമതി ജയന്തി പറഞ്ഞ പോലെ പ്രവർത്തകർക്ക് ഇത്ര കടുത്ത പ്രശ്നങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും പ്രേമേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ്റെ ഭാഗത്ത് വന്നുള്ള പ്രയോഗം അത് CPI നേതാക്കന്മാർ തന്നെ സമ്മതിക്കുന്ന പോലെ അത് തെറ്റായിട്ടില്ല, അത് പറയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ അക്കാലത്ത് വീരേന്ദ്രകുമാർ പോയപ്പോൾ എനിക്ക് തോന്നുന്നു മുന്നണിയെ ചതിച്ചു പോയി എന്നൊരു തോന്നലായിരിക്കാം ഇങ്ങനെ CPI നേതാക്കന്മാർ ഇങ്ങനെ പറയാൻ കാരണം. പിന്നെ പലപ്പോഴും അവിടെ കൊല്ലം സീറ്റ് കൊടുക്കില്ല എന്നൊരു നിലപാടെടുത്തെങ്കിൽ പോലും ഉടൻ തന്നെ അപ്പുറത്ത് പോയിട്ട് സീറ്റ് വാങ്ങി മത്സരിക്കുന്നു. അതൊരു ചതിയാണ് എന്ന് തോന്നിയിട്ടുണ്ടാവും. എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്, അത്തരം പ്രയോഗങ്ങൾ പാടില്ലായിരുന്നു. അത്തരം പ്രയോഗങ്ങൾ ഉണ്ടാക്കിയൊരു മാനസിക വിഷമം പലപ്പോഴും നേതാക്കന്മാർക്കുണ്ടാവാം, അണികൾക്കും ഒരുപക്ഷെ ഒരു പരിധി വരെ ഉണ്ടാവാം. പക്ഷേ ഞാൻ പറയുന്നത് അതിനേക്കാൾ രൂക്ഷമായ രീതിയിലാണല്ലോ വെളിയം ഭാർഗവൻ അക്കാലത്ത് വീരേന്ദ്രകുമാർ മുന്നണി വിട്ട സമയത്ത് അതിരൂക്ഷമായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നേതാവ് പിണറായി വിജയനെ പോലുള്ള ആളുകളെ അല്ലെങ്കിൽ CPM ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കന്മാരെ BSനെ മാത്രമേ അവർ ഒന്ന് മോശമായിട്ട് പറയാതുള്ളൂ, അതിരൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. വെളിയത്തിന് പറയാവുന്ന ഏറ്റവും കടുത്ത ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പിന്നീടും ഇവർ ഒരു ഒറ്റ മുന്നണിയുടെ ഭാഗമായി നിന്നു. അതിനുശേഷവും പരമാവധി കിട്ടുന്ന സമയത്തൊക്കെ CPI നേതാക്കന്മാർ എപ്പോഴൊക്കെ CPMനെ കുറ്റപ്പെടുത്താമോ, എപ്പോഴൊക്കെ എന്തെങ്കിലും തരത്തിൽ വിമർശിച്ച് പറയാമോ അതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും മുന്നണിയുടെ ഒരു ഭാഗമാണ്. താങ്കളിലേക്ക് ശ്രീ ചാരുപാറ രവി ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ ചാരുപാറ രവി, താങ്കൾ നേരത്തെ പറഞ്ഞു വരുന്നതിനിടയ്ക്ക് ടെലിഫോൺ കട്ടായി പോവുകയായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേൾക്കാൻ. ഈ KP മോഹനൻ പറയുന്ന കാര്യങ്ങളെ ഒട്ടും മുഖവിലേക്ക് എടുക്കേണ്ട എന്നാണോ? പിണറായി വിജയൻ കാപട്യക്കാരനാണ് എന്ന കാര്യം അദ്ദേഹം മുൻകാല അനുഭവങ്ങൾ വെച്ച് പറയുമ്പോൾ അതൊന്നുമല്ല എന്ന അഭിപ്രായം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്താണ്? KP മോഹനൻ പറഞ്ഞ അഭിപ്രായം ഇരിക്കട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വീരേന്ദ്രകുമാർ ഞങ്ങളുടെ പാർട്ടിയുടെ അനിഷേധനായ നേതാവാണ്. അദ്ദേഹം ഒരു മീറ്റിംഗിലും മുന്നണി മാറ്റത്തെ പറ്റി പറഞ്ഞിട്ടില്ല. മറിച്ച് ഞങ്ങളുടെ കൗൺസിലുകൾ ചേരാൻ തീരുമാനിച്ച് കൗൺസിലുകളിൽ വരുന്ന അഭിപ്രായങ്ങൾ ഒരു തീരുമാനം എന്ന് പറയുന്നത് പ്രധാനമായും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വഞ്ചന. അത് എന്തുകൊണ്ട് എന്ത് നടപടി എടുത്തു എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. രണ്ടാമത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടായ സംഭവം അതും വേദനാജനകമാണ്.
അതുപോലെ തന്നെ ഘടകകക്ഷി എന്നുള്ളത് കമ്മിറ്റികളിൽ പ്രാതിനിധ്യം തരിക, കൺവീനർ, ചെയർമാൻ, വിവിധ ജില്ലകൾ, അതെങ്കിലും പ്രധാനപ്പെട്ട ഞങ്ങൾ പരിഗണിക്കാൻ കഴിയുന്ന മേഖലകളിൽ പരിഗണിക്കുക. ഇത് ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ട് 2 വർഷമായി. ഇതിനൊരു പരിഹാരം ഉണ്ടായി. ആ പരിഹാരത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ ഇപ്പൊ പാർട്ടി അണികളിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായം അത് മുന്നണി മാറ്റത്തെ പറ്റിയുള്ള ചിന്തയല്ല. തീർച്ചയായും അല്ല മുന്നണി മാറ്റത്തെ കുറിച്ചല്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നലെ വീരേന്ദ്രകുമാറിനെ ചെന്ന് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പരാതിയിന്മേൽ വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന ഉറപ്പ് സ്വാഭാവികമായും അദ്ദേഹം നൽകിയിട്ടുണ്ടാകണം. അങ്ങനെയെങ്കിൽ UDF-ൽ ഉറച്ചു നിൽക്കുന്ന നിലയാണ് ഉണ്ടാവുക എന്ന് നാട്ടുകാർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഇത് കുറുപ്പിന്റെ ഉറപ്പാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. കാരണം എത്രയോ കാലമായി ഉറപ്പ് തന്നുകൊണ്ടിരിക്കുന്നു. ആ ഉറപ്പിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമോ? അത് നിമിഷ നേരം കൊണ്ട് സാധിക്കാവുന്ന ഒരു കാര്യമാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കൗൺസിൽ, സംസ്ഥാന കൗൺസിൽ എടുക്കുന്ന തീരുമാനം അവിടെ ഉണ്ടാകുന്നതാണ് പ്രധാനപ്പെട്ട ജില്ലകളിലെ. അങ്ങനെയെങ്കിൽ ശ്രീ KP മോഹനൻ കാപട്യക്കാരുടെ കൂട്ടത്തിലേക്ക് പോകരുത് എന്ന് പറയുന്നതിനെ തള്ളുകയല്ലേ വേണ്ടത് പാർട്ടി? അത് ചെയ്യുന്നുണ്ടോ? അത് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം എന്നുള്ള സംസ്ഥാന കൗൺസിലാണ്. അത് കഴിഞ്ഞ് നാഷണൽ എക്സിക്യൂട്ടീവ്. അപ്പൊ അവിടെ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ അത് KP മോഹനും ബാധകമാണ്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ ചാരുപാർ രവി ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഷിബു ബേബി ജോണിൻ്റെതായ പ്രസ്താവന കാണുന്നുണ്ട്. ആകെ 6 പേർ മാത്രമാണ് CPM-നകത്തേക്ക് പോയത്. അത് തന്നെ ഈ പാർട്ടിയെ പിളർത്താനുള്ള CPM ശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് എന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടിയെ മൊത്തമായി ഇങ്ങോട്ട് കിട്ടുന്ന കാര്യം ഏതായാലും നടക്കില്ല. ജനതാദൾ യുണൈറ്റഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരിപ്പോഴും സമ്മർദ്ദ തന്ത്രത്തിനുള്ള ചില പരിപാടികൾ എന്ന നിലക്ക് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യത്തോട് ചേരുന്നു എന്ന വാർത്തകളെയൊക്കെ കാണുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ആത്യന്തികമായി ഈ പറയുന്ന ബഹളമൊക്കെ അല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്ന് കൂടെ മനസ്സിലാക്കപ്പെടേണ്ടതല്ലേ? അത് ഒരു കാര്യം ബോധ്യമാകണം. ഞങ്ങളവിടെയുള്ള ആൾക്കാരെ ആരെയും ഇങ്ങോട്ട് ചാകിട്ട് പിടിക്കാൻ പോകണം. ആരെങ്കിലും വരുന്നെങ്കിൽ അവരെ സ്വാഗതം ചെയ്യുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. രാഷ്ട്രീയത്തിൽ ശത്രുതയും നിതാന്ത മിത്രവുമില്ല. രാഷ്ട്രീയത്തിൽ മിത്രം ശത്രുവാകും, ശത്രു മിത്രമാകും. അതൊക്കെ സംഭവിക്കാവുന്നതാണ്. ഇവിടെ ആരുടെയും ഇവരാരും വന്നില്ലെങ്കിൽ തന്നെയും UDF-നെ നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ മുന്നണിക്കുന്നുണ്ട്. അത് ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ ഇതിനിടയിൽ ഇപ്പോൾ കണ്ടല്ലോ. ഇവരാരും വരാതെ തന്നെ. ആരെങ്കിലും വന്നാൽ ഞങ്ങൾ അവരെ സ്വീകരിക്കും, സ്വാഗതം ചെയ്യും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ആരും വന്നില്ലെങ്കിലും UDF-നെ നേരിടാനുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ പല ആൾക്കാരും ചിന്തിക്കുന്നത്? എവിടെ തെറ്റായ നയങ്ങളുടെ എല്ലാം ഫലമായിട്ടല്ലേ? വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കോൺഗ്രസിനെ ആകുമെന്ന് താങ്കൾ ഇതിനിടെ ഒരു സൂചന പറയുകയുണ്ടായി. കോൺഗ്രസിന് ശക്തി ഉള്ളിടത്താണ് എല്ലാം ഇവർ BJP ശക്തിപ്പെട്ട് വന്നിട്ടുള്ളത്. കോൺഗ്രസ്സാണ് BJP ആകുന്നത് ഒരു മടിയും കൂടാതെ. പകൽ മുഴുവൻ കോൺഗ്രസ്സായി നടക്കുമ്പോൾ രാത്രിയാകുമ്പോൾ BJP ആകുന്നു. ഇന്ന് കേന്ദ്രത്തിലിരിക്കുന്ന കേന്ദ്ര BJP മന്ത്രിമാരിൽ ഒട്ടേറെ ആളുകൾ കോൺഗ്രസിൻ്റെ MP-മാരായിരുന്നവരാണ്, കഴിഞ്ഞ കാലം കേന്ദ്ര മന്ത്രിമാരായിരുന്നവരാണ്. അവർക്ക് അപ്പുറം ഇപ്പുറം ഉടുപ്പ് മാറുന്ന പോലെ രാഷ്ട്രീയം മാറുന്നതിന് ഒരു കുഴപ്പമില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി ഉള്ളിടത്ത് BJP ജയിച്ചു വരുന്നില്ല. ബംഗാളിൽ ഉൾപ്പെടെ എടുത്തു നോക്കൂ, അവിടെ BJPക്ക് രക്ഷയില്ല. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസും BJPയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ മതേതരത്വം പറയുന്നു, മറ്റവരൊരു മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. മതേതരത്വം ഒരു മേനി പറച്ചിലാണ്. മൃദു ഹിന്ദുത്വമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഗോവധ നിരോധനം സംബന്ധിച്ച് തന്നെ ഇവർക്ക് ശക്തിയായി എതിർക്കാൻ സാധിക്കുമോ? എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ പറയുന്ന 29 സംസ്ഥാനങ്ങൾ 24 സംസ്ഥാനങ്ങളിലും ഗോവധം നിരോധിച്ച ഞങ്ങളാണ്, കോൺഗ്രസ്സാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഹിന്ദു വർഗീയ ഫാസിസത്തെ എങ്ങനെ എതിർക്കാൻ കഴിയും? എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയും? തീർച്ചയായും താങ്കളുടെ നിലപാടുകൾ വ്യക്തമാണ്. ഞാൻ ഇടപെടുന്ന ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. ചർച്ച അവസാനിപ്പിക്കേണ്ടുന്ന സമയമായതുകൊണ്ടാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തത് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ എ സജീവൻ, ശ്രീമതി ബി ജയന്തി, ശ്രീ ചാരുപാറ രവി ടെലിഫോണിലൂടെ ഈ ചർച്ചയിലെത്തിയതിന് നന്ദി. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.